ചോന്നമ്മ തെയ്യം. കാഴ്ചയിൽ വലിയ ഭഗവതി തെയ്യം പോലെ രൂപസാദൃശ്യവും തോന്നുന്നുവെങ്കിലും വ്യത്യസ്തമായ മുഖത്തെഴുത്തും ഭഗവതിയുടെ അത്ര ഉയരമില്ലാത്ത മുടിയും അണിയുന്ന സ്ത്രീ ജനങ്ങളുടെ കൺകണ്ട ദൈവമായ തെയ്യക്കോലമാണ് ചോന്നമ്മ അഥവാ ചുകന്നമ്മ. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ചോന്നമ്മ എന്ന തെയ്യത്തിൻ്റെ ഐതിഹ്യം. സന്താനങ്ങളില്ലാത്ത ഒരു സ്ത്രീക്കു വേണ്ടി ഒരു കർമ്മി മന്ത്രിച്ചു വെച്ച സന്താന ലബ്ധിക്കുള്ള ദിവ്യ ഔഷധം അബദ്ധവശാൽ കഴിച്ചത് ഒരു പെൺമാൻ ആയിരുന്നു. ഈ പെൺമാൻ പ്രസവിക്കുകയും മാൻ കുഞ്ഞിന് പകരം മനുഷ്യക്കുഞ്ഞിനെ കണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ആ സമയത്ത് നായാട്ടിനിറങ്ങിയ കാട്ടുവാസികൾക്ക് ഈ പെൺകുഞ്ഞിനെ ലഭിക്കുകയും സന്താനങ്ങളില്ലാത്ത ഇറാവള്ളി മതിലകത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കുഞ്ഞിനെ ലഭിച്ച ദമ്പതിമാർ അതിനെ വാണാർ പൈതൽ എന്ന് പേർ വിളിച്ചു. വളർന്നു വന്ന വാണാർ പൈതലിൻ്റെ സ്വഭാവം മറ്റ് കുട്ടികളെക്കാൾ വിഭിന്നവും കുസൃതി നിറഞ്ഞതുമായിരുന്നു. ഒരിക്കൽ മുറ്റത്ത് മണ്ണുവാരി കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ അച്ഛനും അമ്മയും ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. ഇതിൽ ദേഷ്യം വന്ന പെൺകുട്ടി ഇല്ലം വിട്ട് നടന്നു. വഴിയെ വന്ന ആശാരിമാരോട് വഴി ചോദിച്ച പെൺകുട്ടിക്ക് അവരിൽ നിന്നും മറുപടിയൊന്നും ലഭിച്ചില്ല. എന്നാൽ കുറച്ചു ദൂരം നടന്നപ്പോൾ ആശാരിമാർക്ക് ആ പെൺകുട്ടി ദേവകന്യകയാണോ എന്ന് സംശയം തോന്നുകയും അവർ തിരിഞ്ഞു നടന്ന് അവളെ കണ്ടെത്തുകയും ചെയ്യുന്നു. ആശാരിമാരോട് തനിക്ക് ഒരു ആരൂഢം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവൾക്ക് ആരൂഢം പണിഞ്ഞു കൊടുത്തു. പിന്നീട് പെൺകുട്ടി അതിനുള്ളിൽ തന്നെ ഇരിപ്പായി. കുറച്ചുനാൾ കഴിഞ്ഞ് ഋതുമതിയായ പെൺകുട്ടി ആചാരങ്ങൾ മറന്ന് അതിനുള്ളിൽ തന്നെ ഇരിപ്പായി. മകൾ ഋതുമതിയായതറിഞ്ഞ് സന്തോഷത്തോടെ അച്ഛനും അമ്മയും മകളെ കാണുവാൻ അരി കൊണ്ട് തയ്യാർ ചെയ്ത പാൽ പുങ്കവുമായി യാത്രയായി. അച്ഛനും അമ്മയും വന്നതറിഞ്ഞിട്ടും അവരെ കാണാൻ കൂട്ടാക്കാതെ പെൺകുട്ടി ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. മാതാപിതാക്കൾ കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടും പുറത്തു വരാൻ കൂട്ടാക്കാതിരുന്ന വാണാർ പൈതലിനെ കാണാൻ പറ്റാതെ അവർ പാൽപുങ്കം അവിടെ വച്ച് തിരിച്ച് ഇല്ലത്തേക്ക് യാത്രയായി. ചുവന്നമ്മയുടെ തിരുനാമപ്പേര് കയ്യെഴുതി ഞാൻ ഒരു 12 നൽപ്രായത്തിൽ പൂത്തിരട്ട ഞാൻ ദൈവക്കുച്ചില് പണി തീർക്കണം കേൾക്കാച്ചെവിടായി പോയി കളയുന്ന വിശ്വകർമ്മിമാരോ 3 രാവും 3 പകലും വഴിയലസിപ്പോയി അവിടെ കൂടി നിരൂപിക്കുന്ന വിശ്വകർമ്മിമാരോ. അവർ പോയതിനു ശേഷം മാതാപിതാക്കളോടുള്ള ദേഷ്യം കാരണം ആ പാൽപുങ്കത്തിൻ്റെ പാത്രത്തിന് ഒറ്റ ചവിട്ട് കൊടുത്തു. അടിയുടെ ശക്തിയിൽ തെറിച്ചുപോയ പായസം കുട്ടനാട്ടിലെ കുറുവയലിൽ പതിച്ച് ചെന്നല്ലായി അവിടെ വളർന്നു എന്നൊരു ഐതിഹ്യം ഉണ്ട്. കൂടാതെ മാതാപിതാക്കളുടെ കണ്ണീര് വീണ ഇടത്ത് ഇനി ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയോടിയ പെൺകുട്ടി ഒരു കരിമ്പനയുടെ മുകളിൽ കയറിക്കൂടി അവിടെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. പനയുടെ വില്ല് ഉണ്ടാക്കുന്നതിനായി പന തേടി ഇറങ്ങിയ നമ്പ്യാർ സമുദായക്കാർ പെൺകുട്ടി താമസിക്കുന്ന പന മുറിക്കുവാനൊരുങ്ങി. കൊത്തല്ലേ മുറിക്കല്ലേ എന്ന് പനയിൽ നിന്ന് ശബ്ദം വന്നെങ്കിലും വകവയ്ക്കാതെ അവർ പന വില്ലിന് പാകത്തിൽ കൊത്തിമുറിച്ചു വച്ചു. എന്നാൽ പെൺകുട്ടിയുടെ ഭാരത്താൽ പനയുടെ കെട്ട് പൊങ്ങാതിരുന്നപ്പോൾ അവർ പനയോട് സംസാരിക്കുകയും പെൺകുട്ടിക്ക് ക്ഷേത്രം, നിവേദ്യം, പൂജ എന്നിവ ചെയ്തു കൊടുക്കാമെന്ന് ധാരണയാക്കുകയും പെൺകുട്ടി അവരോടൊന്നിച്ചു പോകുകയും ചെയ്തു.
ഇവർ ക്ഷേത്രം പണിയുകയും പെൺകുട്ടിയെ ചുഗന്നമ്മയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു.